വിനോദസഞ്ചാര മേഖലയിൽ തരംഗമായി തേജസ്വിനി പുഴയിലെ റിവർ റാഫ്റ്റിംഗ്. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏകദേശം 1.5 മണിക്കൂർ നീളുന്ന യാത്രയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സാഹസികതയുടെ വേറിട്ട അനുഭവമാണ് സഞ്ചാരികൾക്ക് ലഭിക്കുന്നത്. ഉത്തര കേരളത്തിന്റെ സാഹസിക വിനോദസഞ്ചാര ഭൂപടത്തിൽ ശ്രദ്ധേയ സ്ഥാനം ഉറപ്പിക്കുകയാണ് ചെറുപുഴ തേജസ്വിനി പുഴയിലെ റിവർ റാഫ്റ്റിംഗ്. പ്രകൃതിയുടെ മനോഹാരിതയും സാഹസിക അനുഭവവും ഒരുമിച്ച് സമ്മാനിക്കുന്ന ഈ റാഫ്റ്റിംഗ് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി പേരെയാണ് ദിവസേന ആകർഷിക്കുന്നത്. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏകദേശം 1.5 മണിക്കൂർ നീളുന്ന യാത്രയാണ് ഇവിടുത്തെ പ്രത്യേകത. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ വൈറ്റ് വാട്ടർ റിവർ റാഫ്റ്റിംഗ് അനുഭവമാണ് തേജസ്വിനി പുഴ ഒരുക്കുന്നത്. പാറക്കെട്ടുകളും ഒഴുക്കിന്റെ വ്യത്യസ്ത തീവ്രതകളും പച്ചപുതച്ച മലയോര കാഴ്ചകളും ചേർന്ന സാഹസികതയുടെ വേറിട്ട അനുഭവമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. പരിശീലനം നേടിയ ഗൈഡുമാരുടെ നേതൃത്വത്തിലാണ് റാഫ്റ്റിംഗ് നടത്തുന്നത്. യാത്രയ്ക്ക് മുൻപ് സുരക്ഷാ നിർദ്ദേശങ്ങളും ലൈഫ് ജാക്കറ്റ്, ഹെൽമറ്റ് തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങളും നൽകുന്നതിനാൽ ആദ്യമായി എത്തുന്നവർക്കും ആത്മവിശ്വാസത്തോടെ ഈ സാഹസിക യാത്ര ആസ്വദിക്കാനാവുമെന്ന് റാഫ്റ്റിംഗ് സംരംഭകരിലൊരാളായ ടി.പി. ശ്രീനിഷ് പറയുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഇപ്പോൾ ചെറുപുഴയാണ് നടക്കുന്നത്. തേജസ്വിനി പുഴയിൽ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 വർഷത്തോളമായി ചെറുപുഴ കേന്ദ്രീകരിച്ച് ഓഴിച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചിട്ട് റിവർ റാഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 12 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഏകദേശം 1.5 തൊട്ട് 2 മണിക്കൂറോളം സമയമെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റാഫ്റ്റിംഗ് നടക്കുന്നത്. ഏറ്റവും നല്ല റാപ്പിഡുകളും കാര്യങ്ങളും കിട്ടി ഇവിടെ വരുന്നവർ കേരളത്തിന് പുറത്തുനിന്ന് പോലും ബാംഗ്ലൂർ, ചെന്നൈ അടക്കമുള്ള പ്രദേശത്ത് പോലും ഇവിടെ നമ്മളെ റാഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട ആൾക്കാർ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം നടത്തുന്നുണ്ട്. ഏകദേശം ലൈഫ് ജാക്കറ്റുകൾ, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ലൈഫ് ജാക്കറ്റുകൾ, അതുപോലെ തന്നെ 5 വർഷത്തിലധികമുള്ള എക്സ്പീരിയൻസ് ഉള്ള, കൃത്യമായി ഈ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഗൈഡുകളുടെ അടക്കം സഹകരണത്തോടു കൂടി തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും സഞ്ചാരികളുടെ തിരക്കാണ് ഇവിടെ. റിവർ റാഫ്റ്റിംഗിന്റെ ജനപ്രീതി വർദ്ധിച്ചതോടെ പ്രാദേശിക ടൂറിസം മേഖലയ്ക്കും ഹോം സ്റ്റേകൾക്കും ഭക്ഷണശാലകൾക്കും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും പുതിയ ഉണർവാണ് ലഭിച്ചിരിക്കുന്നത്. ഒരിക്കലെങ്കിലും അനുഭവിക്കണം തേജസ്വിനി പുഴയിലെ ഈ റാഫ്റ്റിംഗ് എന്നാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ പറയുന്നത്. അടിപൊളി പരിപാടി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും ചെയ്യാനൊക്കെ പാടില്ല, എല്ലാരും ചെയ്യണം. നല്ല അടിപൊളി എക്സ്പീരിയൻസ്, കിടിലനാണ്. അടിപൊളിയായി നല്ലോണം എൻജോയ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരുന്നു. നാദാപുരം എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ ബസ് ജയിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് നമ്മൾ ലൈഫിൽ ഒരിക്കലും ട്രൈ ചെയ്യേണ്ടതാണ്, മസ്റ്റ് ട്രൈ ആണ്. ഇത് വേറൊരു വൈബാണ്. എല്ലാവരും ലൈഫിൽ 1 ടൈമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മള് ഫാമിലി ആയിട്ട് നമ്മളൊരു 13 പേരുണ്ട്. അതുപോലെ തന്നെ ഞാനിത് 2ാമത്തെ തവണയാണ്. കഴിഞ്ഞ 2 വർഷം മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിലാണ് ഇപ്പൊ ഇത്രയും ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നത്. സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തേജസ്വിനി പുഴയിലെ റിവർ റാഫ്റ്റിംഗ് ഇന്ന് ഉത്തര കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും പ്രചരണവും ലഭിച്ചാൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രമായി ഈ മേഖല വളരുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം രംഗം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.